പടപ്പുറപ്പാടിനിറങ്ങിത്തിരിക്കുകയാണ് രാഹുലും പ്രിയങ്ക ഗാന്ധിയും അടക്കം മുഴുവൻ കോൺഗ്രസും. ഇവിടെ കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഹിന്ദി ഹൃദയഭൂമിയിൽ വട്ടപൂജ്യമാണ് എന്നതാണ് ഉത്തരം. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നേരിട്ട കനത്ത തോൽവിയിൽ നിന്ന് പാഠം പഠിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരാൾക്കിനി ഒരു പദവി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കെ.സി. വേണുഗോപാലിന്റെ AICC സെക്രട്ടറി പദവിയും MP സ്ഥാനവും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുമാത്രമല്ല, AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിൽ KPCC പ്രസിഡന്റ് K. സുധാകരനും പാർലമെന്റ് അംഗമാണ്. ഈ ഇരട്ട പദവികളെല്ലാം തന്നെ ഇനി വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഒരാളെ ഒരു മേഖലയിലേക്ക് ചുരുക്കിക്കൊണ്ട് അഴിച്ചുപണി നടത്താനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ വേരുറപ്പിക്കാനായിട്ട് അവിടങ്ങളിലുള്ള നേതാക്കളെ AICCയിലേക്ക് എത്തിക്കാനുള്ള തീരുമാനവും കർണാടകത്തിൽ വെച്ച് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ബലഗാവിയിലെ യോഗത്തിനിടയിലാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരണപ്പെട്ട വാർത്തയെ തുടർന്ന് എല്ലാ യോഗവും റദ്ദ് ചെയ്ത് രാഹുൽ അടക്കം ഡൽഹിയിലേക്ക് എത്തിയത്. എന്താണെങ്കിലും ഒരു വർഷം കൊണ്ട് സംഘടനാ തലത്തിൽ താഴെത്തട്ടിലുള്ള ശാക്തീകരണവും വിപുലീകരണവും ലക്ഷ്യമിടുകയാണ് കോൺഗ്രസ്. പക്ഷേ ഒരു വർഷത്തെ സമയം അനുവദിക്കുമ്പോഴും ഫെബ്രുവരി മാസം കൊണ്ട് എല്ലാം തീർക്കണമെന്ന കടുത്ത നിലപാടുകൂടി നേതാക്കൾ ഇവിടെ കൈക്കൊള്ളുന്നുണ്ട്. അതായത് വിശാല പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ച സംഘടനാ പുനരുജ്ജീവന പദ്ധതിക്ക് തുടക്കമിട്ടുകൊണ്ട് എല്ലാ PCCകളും സംഘടനാ ശില്പശാലകൾ സംഘടിപ്പിക്കാൻ AICC നിർദ്ദേശിക്കുകയാണ്. ഫെബ്രുവരിയിൽ നടത്താനാണ് സാധ്യത. ഓരോ സംസ്ഥാനങ്ങളിലെയും പാർട്ടിയുടെ സ്ഥിതി ഈ ശില്പശാല അവലോകനം ചെയ്യും. അതനുസരിച്ചുള്ള മാറ്റങ്ങളും തീരുമാനിക്കും. AICC നേതൃത്വം ഈ ശില്പശാലകളിൽ എന്താണെങ്കിലും പങ്കെടുക്കുകയും ചെയ്യും. ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒഴിച്ചാൽ മറ്റിടങ്ങളിൽ താഴെ തട്ടിൽ പാർട്ടി കമ്മിറ്റികളുടെ സ്ഥിതി വളരെ ശോചനീയമാണ്. റായ്പൂരിലും ഉദയ്പൂരിലും നടന്ന സമ്മേളനങ്ങളിൽ സംഘടനയെ ശക്തമാക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എങ്കിലും അതിൽ പലതും നടപ്പാക്കാനായിട്ടില്ല. പ്രഖ്യാപനങ്ങളല്ലാതെ ഒന്നും നടക്കുന്നില്ലെന്ന വിമർശനം നേതൃത്വം നേരിടുന്നുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ തുനിഞ്ഞിറങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ എടുത്ത തീരുമാനങ്ങളടക്കം നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നത്. ഏൽപ്പിച്ച ജോലി നിർവഹിക്കാതെ പാർട്ടി ചുമതലകളിൽ ഇനി പേരിന് തുടരാൻ കഴിയില്ല. ഭാരവാഹികളെ ഓഡിറ്റിങ്ങിനും വിധേയമാക്കും. ഇത്തരത്തിൽ മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ കടുത്ത നീക്കത്തിലേക്കാണിപ്പോൾ കോൺഗ്രസ് നീങ്ങുന്നത്.